Hi friends, welcome back to my channel, Your Online Teacher. അറച്ചുവുഡിന്റെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു വൺ ആക്ട് പ്ലേ ആണ് അല്ലെ. അപ്പൊ അത് ഫുൾ ഇനിയിപ്പോ വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഷോർട്ട് ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോ. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് നിങ്ങൾക്ക് സെറ്റ് ആകും. അതുപോലെ തന്നെ ഫുൾ ഫോർമാറ്റ്സിന്റെ വീഡിയോയും ഫുൾ ചാപ്റ്റേഴ്സിന്റെ സമ്മറി ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചാനൽ പേജ് കയറി നോക്കുക. ഇംഗ്ലീഷിന്റെ ഒരുപാട് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. സപ്പോസ് ഏർലി ഫോർ ക്രിസ്മസ് ഇതെന്ന് പറയുന്നത് ആർച്ച്വുഡിന്റെ ഒരു വൺ ആക്ട് പ്ലേ ആണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ ഹ്യൂമറസ് ഇൻസിഡൻസ് ദാറ്റ് ഹാപ്പൻ ഇൻ എ പോസ്റ്റ് ഓഫീസ് ഡ്യൂറിംഗ് ക്രിസ്മസ് സീസൺ. ക്രിസ്മസ് സീസണിന്റെ സമയത്ത് ഒരു പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ഹ്യൂമറസ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഇതിലുള്ളത്. ആ ഇൻസിഡൻസ് എന്താന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് ഇതിൽ പറയുന്നുണ്ട്. The play is centered around on a parcel booked by a foreigner in the post office. പോസ്റ്റ് ഓഫീസിൽ ഒരു ഫോറിനർ വന്നുകൊണ്ട് ഒരു പാഴ്സൽ അയക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്ലേ മൊത്തം ഉള്ളത്. എ ടിക്കിംഗ് സൗണ്ട് ഈസ് ഹേർഡ് ഫ്രം ദ പാഴ്സൽ. പാഴ്സലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ടിക്കിംഗ് സൗണ്ട് കേൾക്കാം. ദ പീപ്പിൾ അപ്പിയർഡ് ദെയർ സസ്പെക്ട് ദ പാഴ്സൽ ആസ് എ ടൈം ബോംബ്. ഇതൊരു ടൈം ബോംബാണ് ഈ പാഴ്സൽ എന്ന് എല്ലാവരും സസ്പെക്ട് ചെയ്യുകയാണ്. ദ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ ടൂറിസ്റ്റ് ഈസ് ഓൾസോ സസ്പെക്ടിങ്. കാരണം ഒരു ആഫ്രിക്കൻ ആണ് അത് വന്നിട്ടുണ്ടായിരുന്നത്, ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ പുള്ളിക്കാരന്റെ അപ്പിയറൻസും ബിഹേവിയറും ഇത് സൂക്ഷിച്ച് അവിടെ എത്തില്ലേ, ഉറപ്പല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ കുറച്ചും കൂടി സസ്പെക്ടിങ് ആയിട്ട് അവർക്ക് തോന്നി. At the end it is revealed that the parcel is not a time bomb but a Swiss clock. ലാസ്റ്റ് ആണ് മനസ്സിലാകുന്നത് അതൊരു ടൈം ബോംബ് അല്ലായിരുന്നു, സ്വിസ് ക്ലോക്ക് ആണെന്ന്. ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദ ഹ്യൂമർ ഓഫ് ദ സ്റ്റോറി. അങ്ങനെ അതൊരു തമാശ രൂപേണ തീരാണ്. But the tourist becomes angry and wants to file a complaint. പക്ഷെ ടൂറിസ്റ്റിന് ദേഷ്യം വന്നു, കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് നോക്കാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് അസിസ്റ്റന്റ് ആ പോസ്റ്റ് ഓഫീസിലെ ജോബ് റിസൈൻ ചെയ്യുന്നു. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഹ്യൂമറസ് ഇൻസിഡൻസ് ഇൻ ദ പ്ലേ. ഈ പ്ലേയിലെ ഹ്യൂമറസ് ഇൻസിഡൻസ് എന്തൊക്കെയാണ്? അപ്പൊ അത് ഓരോന്നായിട്ട് നോക്കാം. അസിസ്റ്റന്റ്സ് നരേഷൻ ഓഫ് ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി. സ്റ്റോറിയുടെ തുടക്കത്തിൽ അസിസ്റ്റന്റ് ആളുകളുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് അവർ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇവിടെ ചോദിക്കാണ് എവിടെ നിന്നാണ് സ്റ്റാമ്പ് കിട്ടാന്ന് ചോദിക്കുകയാണ്. പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ചോദിക്കുക എവിടെയാ സ്റ്റാമ്പ് കിട്ടാന്നുള്ളത്. പിന്നെ ഒരാള് ബാർ ഷോപ്പ് ആണെന്ന് കരുതി പോസ്റ്റ് ഓഫീസിൽ കയറി വന്നതുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിയാക്ഷൻ ഓഫ് ഡെഫ് ഓൾഡ് ജെന്റിൽമെൻ ടു വാട്ട് ഹി മിസ് ഹിയേഴ്സ്. പറയുന്നൊക്കെ പുള്ളി വേറെന്തോ കേൾക്കുന്നേ, പക്ഷെ പോസ്റ്റൽ അസിസ്റ്റന്റ് ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റ് പുള്ളി പോകുന്നത്. കുക്ക് എന്ന് പറയുമ്പോൾ ബുക്ക് എന്ന് കേൾക്കുന്നു, ടെഡ് എന്ന് പറയുന്ന ബെഡ് എന്ന് കേൾക്കുന്നു, ദെൻ ടൈം ബോംബ് ഒക്കെ വേറെ രീതിക്ക് കേൾക്കാണ്. പിന്നെ ഒരു ഫസി ഓൾഡ് ലേഡി വരുന്നുണ്ട്, അവരവരെ പൂച്ചേനെയും കൊണ്ടാ വരുന്നത്, ഇത് അനിമൽ ക്ലിനിക് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. പിന്നെ നമ്മുടെ നോട്ടി ആയിട്ടുള്ള ബേർട്ടി വരുന്നുണ്ട്, എപ്പോഴും അമ്മയുടെ അടുത്ത് അത് വേണം ഇത് വേണം, എഞ്ചിൻ വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന കാണാൻ പറ്റും. പിന്നെ മണ്ടനായിട്ടുള്ള ഫാമർ വന്നുകൊണ്ട് ഇതിനുള്ള ടൈം ബോംബ് ആണെന്ന് പറയുന്നത് നമുക്ക് കാണാം. പിന്നെ അതേപോലെ തന്നെ അതിൽ ഹ്യൂമറസ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് കോരി അതിലേക്ക് ഒഴിക്കുന്നു, ലാസ്റ്റ് ഇതിൽ ക്ലോക്ക് ആണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ആ മണ്ടത്തരം കാണിച്ചിട്ട് ആളുകൾ നിൽക്കുമ്പോ ടൂറിസ്റ്റ് അവിടെ വന്ന് ചൂടാകുന്നതും അതൊരു ഹ്യൂമറസ് ഇൻസിഡന്റ് ആണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നേക്കാളും നല്ലത് താഴെ അനിമൽ ഡിസ്പെൻസറിയിൽ ജോലി ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അസിസ്റ്റന്റ് ജോലി രാജിവെച്ച് അങ്ങോട്ട് പോകുന്നത്, ഇതൊക്കെ ഇതിലെ ഹ്യൂമറസ് ഇൻസിഡൻസ് ആണ്. ബ്രിങ് ഔട്ട് ദ ഹ്യൂമർ ഇൻ ദ വൺ ആക്ട് പ്ലേ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് അതിൽ മെയിൻ കണ്ടന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്